കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച സർക്കാർ നടപടി ആഗോളതലത്തിൽ പോലും ശ്രദ്ധ നേടേണ്ട ഒരു വികസന മാതൃകയായി കണക്കാക്കപ്പെടുമ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. സംസ്ഥാനം കൈവരിച്ച ഒരു വലിയ നേട്ടമായി സർക്കാർ ഇതിനെ ഉയർത്തിക്കാട്ടുമ്പോൾ പ്രതിപക്ഷം ഈ പ്രഖ്യാപനത്തെ തട്ടിപ്പെന്നും വ്യാജ പ്രചാരണമെന്നും വിളിച്ച് തള്ളിക്കളയുന്നു. ഈ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശനം ഉന്നയിക്കുന്ന വിദഗ്ധർക്കും നേരെ ശക്തമായ ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. 53 മാസം കാലം നീണ്ട അത്യധ്വാനത്തെയാണ് പ്രതിപക്ഷം നിസ്സാരവൽക്കരിക്കുന്നതെന്ന വികാരമാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏതൊരു വികസിത സമൂഹത്തിന്റെയും ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അവിടുത്തെ പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക എന്നത്. അതിദാരിദ്ര്യം എന്നത് ഭക്ഷണം, വാത്സല്യം, സംരക്ഷണം, സാമൂഹ്യ സേവനങ്ങൾ തുടങ്ങിയ മനുഷ്യന്റെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് പോലും ചെറിയ ശതമാനമെങ്കിലും ഈ ദുരിതത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതാണ് സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു പ്രധാന ലക്ഷ്യമായി ഏറ്റെടുത്തത്. 2021 മെയ് 21 നിലവിലെ സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളിൽ ഒന്നായി മുഖ്യമന്ത്രി സുപ്രധാന പദ്ധതി പ്രഖ്യാപിച്ചത് അതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. തുടർന്ന് അതിദാരിദ്ര്യ നിർണയത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും സമഗ്രമായ മാർഗരേഖ സർക്കാർ ഉത്തരവായി പുറത്തിറക്കുകയും ചെയ്തു. ഈ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തുടനീളം അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾ, വാർഡ് തല സമിതികൾ എന്നിവയുമായി സഹകരിച്ച് വീടുകൾ തോറുമുള്ള സർവേയിലൂടെയാണ് അതിദരിദ്രരുടെ പട്ടിക തയ്യാറാക്കിയത്. വിശപ്പ്, രോഗം, ഭവനം, വരുമാനം എന്നീ 4 മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ കണ്ടെത്തൽ. ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയ ഈ പട്ടികയ്ക്ക് തദ്ദേശ ഭരണ സമിതികൾ അന്തിമ അനുമതി നൽകുകയും അതിലൂടെ സംസ്ഥാനത്തെ അതിദരിദ്രരുടെ കണക്ക് ശാസ്ത്രീയമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്ത ശേഷമാണ് സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളം അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയത്. അവരുടെ പ്രധാന ആരോപണം ഇതായിരുന്നു: സർക്കാർ പ്രഖ്യാപിച്ച കണക്കുകൾ വസ്തുതാപരമല്ലെന്നും യഥാർത്ഥത്തിൽ ഇതിലും കൂടുതൽ അതിദരിദ്രർ കേരളത്തിൽ ഉണ്ടെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കേവലം പ്രഖ്യാപനത്തിലൂടെ അതിദാരിദ്ര്യം ഇല്ലാതാവുന്നില്ലെന്നും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കില്ലെന്നും അവർ വാദിക്കുന്നു. ഈ പ്രഖ്യാപനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു ശുദ്ധ തട്ടിപ്പ് മാത്രമാണെന്നും വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടുള്ള പ്രചാരണ തന്ത്രമാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു. ചില വിദഗ്ധരും ഈ വിഷയത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾക്ക് ശക്തി പകർന്നു. അതിദാരിദ്ര്യ നിർണയ മാനദണ്ഡങ്ങൾ, പ്രത്യേകിച്ചും വരുമാനം എന്നതിനെ എങ്ങനെ നിർവചിച്ചു എന്നതിലെല്ലാം അവർ സംശയങ്ങൾ ഉയർത്തി. പ്രതിപക്ഷ വിമർശനങ്ങളെ കേവലം നിരാകരിക്കുന്നതിന് പകരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധമാണ് മന്ത്രി MP രാജേഷ് തീർത്തത്. തട്ടിപ്പെന്ന് വിളിച്ചു കൂവുന്നവരുടെ അറിവില്ലായ്മയും രാഷ്ട്രീയ ഇരട്ടത്താപ്പും തുറന്നു കാട്ടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മന്ത്രിയുടെ വിമർശനത്തിന്റെ കാതൽ സമയബന്ധിതമില്ലാത്ത വിമർശനം എന്നതിലാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന സുപ്രധാന സർക്കാർ പദ്ധതി 2021 മെയ് മുതൽ 53 മാസക്കാലം സംസ്ഥാനത്ത് നടപ്പാക്കപ്പെട്ടിട്ടും ഈ കാലയളവിൽ ഒന്നും പ്രതിപക്ഷമോ വിദഗ്ധരോ വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ ഉന്നയിച്ചില്ല. പ്രതിപക്ഷ നേതാക്കന്മാരും MLA മാരും സജീവമായി പങ്കെടുക്കേണ്ട നിയമസഭയിൽ പോലും ചോദ്യങ്ങളിലൂടെയോ സബ്മിഷനുകളിലൂടെയോ ധനാഭ്യർത്ഥനയിലോ ചർച്ചകളിലോ ബഡ്ജറ്റ് ചർച്ചകളിലോ ഈ പദ്ധതിയെക്കുറിച്ച് ഒരു വരി പോലും സംസാരിക്കാൻ ആരും തയ്യാറായില്ല. അതിദാരിദ്ര്യ നിർണയ മാർഗരേഖ തയ്യാറാക്കിയ കൈപ്പുസ്തകം കഴിഞ്ഞ 3 വർഷം എക്കണോമിക് റിവ്യൂ എന്നിവിടങ്ങളിലെല്ലാം സർക്കാർ പുറത്തിറക്കിയിട്ടും ഇത് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ തട്ടിപ്പെന്ന് വിളിക്കുന്നത് മാന്യതയല്ല. ഏറ്റവും പ്രധാനമായി മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും ഈ പ്രഖ്യാപനം നടത്തിയത് അഭിമാനത്തോടെയാണ് എന്നതാണ്. ചേരനെല്ലൂർ പഞ്ചായത്ത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി പ്രതിപക്ഷ പാർട്ടികളിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോലും പങ്കെടുത്ത പ്രഖ്യാപനങ്ങളെ തട്ടിപ്പെന്ന് വിളിക്കുമ്പോൾ ആ നേതാക്കളെയാണ് പ്രതിപക്ഷ നേതാവ് അപമാനിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. പ്രഖ്യാപനത്തിലാണ് തലേന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നവരെ പോലെ പ്രതിപക്ഷം പെരുമാറുന്നു എന്ന മന്ത്രിയുടെ പ്രസ്താവന പദ്ധതിയുടെ ഗൗരവം മനസ്സിലാക്കാതെ രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രം വിമർശനം ഉന്നയിക്കുന്നതിനെതിരെയുള്ള ശക്തമായ പ്രഹരമാണ്. വിവാദങ്ങൾക്കപ്പുറം ഈ വിഷയം അതിദാരിദ്ര്യം എന്ന സാമൂഹിക പ്രശ്നത്തിന് മാധ്യമ ശ്രദ്ധ നേടിക്കൊടുത്തു എന്നതും ശ്രദ്ധേയമാണ്. അതിദരിദ്ര കുടുംബങ്ങൾക്കുണ്ടായ മാറ്റം മാധ്യമങ്ങൾ അന്വേഷിച്ചിറങ്ങിയാൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞത് ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മുകളിൽ ഉയർത്തിപ്പിടിക്കുന്നു. കേരളത്തിന്റെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മാതൃക ലോകമെമ്പാടുമുള്ള മറ്റ് പ്രദേശങ്ങൾക്ക് പോലും പഠന വിഷയമാക്കേണ്ട ഒന്നാണ്. സർക്കാരിന്റെ നിശ്ചയദാർഢ്യം, തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വം, കുടുംബശ്രീയുടെ പങ്കാളിത്തം, അതായത് കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ വരെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ പ്രഖ്യാപനം. അതിനെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നത് കേരളം നേടിയ ഒരു സാമൂഹിക മുന്നേറ്റത്തെയാണ് ഇകഴ്ത്തിക്കാട്ടുന്നത്.